പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. എബ്രായ ലേഖനം 4:15 പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. യേശു ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി വന്നത് പൂർണ്ണമായും മനുഷ്യ സാദൃശ്യത്തിലും കൂടി ആയിരുന്നു എന്നത് ഈ വാക്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. ദൈവമെന്ന അമാനുഷിക ശക്തിയിലാണ് താൻ ഈ ഭൂമിയിൽ ജീവിച്ചത് എങ്കിൽ ഒരിക്കലും മനുഷ്യന് ഒരു ജയജീവിതം സാധ്യമാവുകയില്ലായിരുന്നു. എബ്രായർ 5:7 പറയുന്ന ഉറച്ച നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും ആവശ്യം യേശുവിന് ഉണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ദൈവാത്മാവിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതൊരു മനുഷ്യനും അത് സാധ്യമാണ് എന്ന സന്ദേശം തൻ്റെ ജീവിതം കൊണ്ട് അവിടുന്ന് കാണിച്ചു തരികയായിരുന്നു. താഴെ പറയുന്ന വാക്യങ്ങളിൽ കൂടി ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. 1 തിമോത്തിയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. 2 കൊരിന്ത്യർ 10:3 പൗലോസപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും അപ്രകാരം പോരാടുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇവിടെ ഈ ജഡത്തിൽ സഞ്ചരിക്കുന്നു, പക്ഷേ ആത്മാവിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കുറച്ചുകൂടെ വ്യത്യസ്തമായി പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നവരായി നാം ആയിരിക്കണമെന്നാണ് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനാണ് ക്രിസ്തുവിൻ്റെ ജഡപ്രത്യക്ഷത എന്ന് വിവക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ജഡപ്രത്യക്ഷത? നമ്മുടെ ജഡത്തിൽ കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെടുക എന്നതാണത്. അഥവാ നമ്മുടെ സ്വഭാവം പൂർണ്ണമായി മാറി കർത്താവിൻ്റെ സ്വഭാവം നമ്മിലായിത്തീരുക എന്നത്രേ. ഇത് മനുഷ്യനാൽ സാധ്യമാണോ എന്നതാണ് അടുത്ത ചോദ്യം. ഒരിക്കലുമല്ല എന്ന് തന്നെയാണ് അതിനുത്തരം. എന്നാൽ ദൈവത്താൽ സാധ്യമാണോ എന്നും. മർക്കോസ് 10:27 മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്നാണ് അരുളി ചെയ്തിരിക്കുന്നത്. യെഹെസ്കേൽ 36:26 ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ഈ 1 യോഹന്നാൻ 4:2 ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. 2 യോഹന്നാൻ 1:7 ദൈവാത്മാവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം ദൈവം നമ്മളോട് തൻ്റെ സ്വഭാവം കാണിക്കുന്നവരായി നമ്മളായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ പഴയ ആ രീതിയിൽ നമ്മളുടെ സ്വയത്തിലായിരിക്കണമെന്നല്ല, അവിടുന്ന് നമുക്കൊരു പുതിയ ഹൃദയവും ആത്മാവും അതിനായിട്ട് തന്നിട്ട് തന്നെയാണ് അപ്രകാരം പറയുന്നത്. അങ്ങനെ തന്നു, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവൻ അവനാണ് ദൈവാത്മാവിനാൽ നടക്കുന്നവൻ. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും. നമ്മുടെ ജഡത്തിൽ യേശുക്രിസ്തു വന്നു എന്ന് സ്വീകരിക്കുന്ന അങ്ങനെയുള്ളവനാണ് ദൈവാത്മാവിൽ നടക്കുക. ഇവിടെ 2 കാര്യങ്ങൾ വിശ്വാസികൾ സമ്മതിക്കേണ്ടതുണ്ട്. യേശു നമ്മുടേതുപോലുള്ള ശരീരത്തിൽ തന്നെയാണ് ഈ ഭൂമിയിലായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും അദ്ദേഹത്തിനും അനുഭവമായിരുന്നു. മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന നമുക്കും അവിടുന്ന് ജീവിച്ച അതേ സ്വഭാവത്തിൽ ജീവിക്കുവാൻ ദൈവാത്മാവിനെ സ്വീകരിച്ചാൽ സാധ്യമാണ് എന്നും
രണ്ടാമതായി, ഈ മേൽപ്പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്തവൻ വഞ്ചനയിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യവും. ഈ രണ്ട് കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലാണ് ഒരു വിശ്വാസിയിൽ കർത്താവിൻ്റെ ജഡപ്രത്യക്ഷത അത് നിറവേറാൻ സാധിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇങ്ങനെയുള്ളവരിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നത്രേ. ഇനി എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം? യെശയ്യാവ് 53:7 പറയുന്നു, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. ഇങ്ങനെയെല്ലാമായിരുന്ന കർത്താവിന് അന്നത്തെ പരമോന്നത നീതിപീഠങ്ങൾ ഇങ്ങനെ വിധിച്ചു, അവനിലൊരു കുറ്റവും കാണുന്നില്ല. എന്നിട്ടോ നിരപരാധിയെ തൂക്കിക്കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തൊരു നീതിയല്ലേ! നാം ആണെങ്കിൽ ഇവിടെ എങ്ങനെ പ്രതികരിക്കും? തികച്ചും അന്യായമല്ലേ? ഇവിടെ പ്രതികരിക്കാതിരുന്നാൽ നാം മനുഷ്യനാണോ? ഇതൊക്കെ ആയിരിക്കില്ലേ നമ്മുടെ പ്രതികരണങ്ങൾ? കാൽവറിയിൽ ക്രൂശിൽ തൂക്കി കൊല്ലുവാൻ വിധിക്കപ്പെടുമ്പോഴും ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് നടക്കുന്ന വഴിയിലെല്ലാം ചമ്മട്ടി കൊണ്ട് അടികൊള്ളുമ്പോഴും കുരിശിൽ കിടത്തി വലിയ ആണികൾ കൈകാലുകളിൽ അടിച്ചിറക്കുമ്പോഴും അത് ചെയ്യുന്നവരോട് യാതൊരു ഭാവഭേദവും കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. നമ്മുടെ ചിന്തയിലെങ്കിലും ഇങ്ങനെ ഒരാളെ സങ്കല്പിക്കുവാൻ നമുക്ക് പറ്റുമോ? ഇല്ല തന്നെ. എന്നാൽ പറ്റും എന്ന് തന്നെയാണ് പിന്നീട് വന്ന തൻ്റെ ശിഷ്യഗണങ്ങൾ നമ്മെ കാണിച്ചു തന്നത്. അതുതന്നെയാണ് നമുക്കും പാഠമായിരിക്കുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കാലം കഴിയും തോറും തൻ്റെ ശിഷ്യഗണങ്ങൾ ഒത്തുതീർപ്പുകാരായി തീരുന്നത് മൂലം ദൈവാത്മാവിന് തൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുവാൻ സാധിക്കുന്നില്ല എന്നതല്ലേ സത്യം? സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ യേശുക്രിസ്തു തനിക്ക് പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ആത്മാവിൽ പ്രതികരിക്കേണ്ട ഇടങ്ങളിലെല്ലാം പ്രതികരിച്ചിട്ടുള്ളതായും കാണാം. അതുകൊണ്ടാണ് യേശുവിന് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, യോഹന്നാൻ 14:9 എന്ന് പറയാൻ സാധിച്ചത്. ഏദൻ തോട്ടത്തിൽ വെച്ച് അന്യായത്തിലൂടെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയ പിശാച് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളുടെ മുന്നിൽ നാം ദൈവസ്വഭാവം കാണിക്കേണ്ട ഇടങ്ങളിൽ ചോദിക്കുകയാണ്, അത് അന്യായമല്ലേ? ഇത് അന്യായമല്ലേ? നാം മിണ്ടാതിരുന്നാൽ പിന്നെ ആര് മിണ്ടും? ആര് തിരുത്തും? എന്നൊക്കെ. ഓ, എന്തൊരു വഞ്ചന അല്ലേ! ഇനി ന്യായവും അന്യായവും. യഹൂദന്മാരും ഭരണാധികാരികളും ചെയ്തത് ന്യായമാണോ? ന്യായമല്ലേ? രണ്ടും ചിന്തിക്കാം. അന്ന് പീലാത്തോസ് അങ്ങനെ വിധിച്ചില്ലായിരുന്നെങ്കിൽ, യേശു ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? അപ്പോൾ അങ്ങനെയല്ലേ വിധിക്കേണ്ടിയിരുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ന്യായമല്ലേ? ഇതാണ് ലോകനീതിയും ദൈവനീതിയും തമ്മിലുള്ള വ്യത്യാസം. പലപ്പോഴും നാം ന്യായവും നീതിയുമായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവിടെ ക്രിസ്തു വെളിപ്പെടാതെ വരുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.